വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 22-ന്റെ 20, 21 വാക്യങ്ങളാണ് വായിപ്പാനായിട്ടിടയായി തീർന്നത്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാനും കഴിയുന്നു. ആ വാക്യത്തിൻ്റെ ഓരോ വാക്യത്തിൻ്റെയും അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 20-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എന്നെ കൊണ്ടുവന്നു, എന്നെ വിടുവിച്ചു. 21 എനിക്ക് പ്രതിഫലം നൽകി. അതിൻ്റെ അടുത്ത ഘട്ടം എനിക്ക് പകരം തന്നു. 1 എന്നെ കൊണ്ടുവന്നു, 2 എന്നെ വിടുവിച്ചു, 3 എനിക്ക് പ്രതിഫലം നൽകി, 4 എനിക്ക് പകരം തന്നു. ദൈവം ചെയ്ത 4 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വാക്യത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ദാവീദിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവൃത്തി, അല്ലെങ്കിൽ ദാവീദിന് വേണ്ടി ദൈവം ചെയ്ത 4 കാര്യങ്ങളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. 1 എന്നെ കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യത്തിൻ്റെ പൂർണ്ണത എങ്ങനെയാണ്? അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴും ഞെരുക്കത്തിൽ മാത്രമല്ല, എപ്പോഴും കഷ്ടതയിലൂടെ മാത്രമല്ല, എപ്പോഴും ഞെരുക്കത്തിൻ്റെ അപ്പം മാത്രമല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരു വിശാലതയെ ഒരുക്കിയിട്ടുണ്ട് എന്ന് എത്ര പേർ ഇന്ന് വിശ്വസിക്കും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വിശാലത ഒരുക്കിയിട്ടുണ്ട്. ആ വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. എപ്പോഴും ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, എപ്പോഴും നിന്ദയുടെ അനുഭവങ്ങൾ മാത്രമല്ല, എപ്പോഴും കഷ്ടതയുടെ അനുഭവങ്ങൾ മാത്രമല്ല, കണ്ണുനീരിൻ്റെ അപ്പം മാത്രമല്ല, ദൈവം നിങ്ങൾക്കൊരു വിശാലത ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ മറന്നുപോകരുത്, ദൈവം നിന്നെ കൊണ്ടുവരും. കൊണ്ടുവന്നു എന്ന് ദാവീദ് പറയുകയാണ്. കൊണ്ടുവരും. എവിടേക്ക്? വിശാലതയിലേക്ക്. എവിടെ നിന്ന്? ഞെരുക്കത്തിൽ നിന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ അവൻ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് ദൂതറിയിക്കുകയാണ്. എപ്പോഴും ഞെരുക്കത്തിന്റെ അനുഭവമല്ല, അതിൽ നിന്നും വിശാലതയിലേക്ക്. ആമേൻ, ആമേൻ, ആമേൻ. അതിൻ്റെ പ്രാർത്ഥനയാണ്, അതിൻ്റെ ആഗ്രഹമാണ്. അത് നീ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ, എന്നെ വിശാലതയിലേക്ക് വഴി നടത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് ഉത്തരമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ദാവീദ് തന്റെ ജീവിതം ഈ ആടുകളെ മേച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ള ചിന്ത മാത്രം ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അഭിഷേകം അവനെ തേടിയെത്തിയത്. ദൈവത്താൽ അഭിഷേകം ചെയ്തിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും തൻ്റെ ജീവിതം നമുക്കറിയാം. കാട്ടിലൂടെയും ഗുഹകളുടെയും ശൗലിനെ പേടിച്ച്, ശത്രുവിനെ പേടിച്ച്, ഹല്ലേലൂയ, രാജ അരമനയിൽ ജീവിക്കേണ്ട മനുഷ്യൻ, സ്തോത്രം, കാട്ടിൽ ഗുഹകളിൽ അഭയം പ്രാപിക്കുകയാണ്. സ്തോത്രം. എന്നും നീ ഗുഹയിൽ കിടക്കേണ്ടവനല്ല, എന്നും നീ കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടവനല്ല. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ രാജാവായി കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം അവൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ആമേൻ. ദാവീദ് പറയുന്നു,
എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? സകല ശത്രുക്കളെയും കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ശേഷം ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. കർത്താവേ, എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരണമേ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദാവീദിന് സംഭവിച്ചതുപോലെ കർത്താവ് നിനക്ക് വലിയൊരു വിടുതൽ നൽകി തന്ന് ഹല്ലേലൂയ വിശാലതയിലേക്ക് നിന്നെ നടത്തുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. നിന്റെ പ്രാർത്ഥന അതല്ലായിരുന്നോ? കർത്താവ്, എത്ര നാൾ ഞാൻ ഇങ്ങനെ ഈ കാട്ടിലൂടെ ഭയന്ന് ജീവിക്കും? എത്ര നാൾ ഞാൻ ഗുഹയിൽ അഭയം പ്രാപിക്കും? എത്ര നാൾ ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൊണ്ടുവരും. എവിടേക്ക്? വിശാലതയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. ദാവീദ് പറയുകയാണ്, എന്നെ കൊണ്ടുവന്നു. ദൈവം എന്നെ എവിടേക്ക് കൊണ്ടുവന്നു? വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നും ഞെരുക്കത്തിന്റെ അനുഭവമല്ല, എന്നും കാട്ടിലൂടെ നടക്കുന്ന അനുഭവമല്ല, എന്നും ഗുഹയിലിരിക്കുന്ന അനുഭവമല്ല. ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എങ്ങനെയാ കൊണ്ടുവരുന്നത്? സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, നിനക്ക് ഭീഷണിയായിരിക്കുന്ന ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ശേഷം ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. നീ ആഗ്രഹിച്ച ഇടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട. ഹല്ലേലൂയ, ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന് ദാവീദോട് പറയുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന, വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ട വാത്സല്യ മാതാവേ, വാത്സല്യ സഹോദര, കുടുംബജീവിതത്തെ കുറിച്ച്, തലമുറകളെ കുറിച്ച്, സ്വന്തം ജീവിതത്തെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. എന്നും കഷ്ടത മാത്രമല്ല, എന്നും ആലിയ രോഗം മാത്രമല്ല, എന്നും ഈ ദുഃഖം മാത്രമല്ല, ഒരു ദിവസം കർത്താവ് നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരും. എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നിന്നെ കൊണ്ടുവരും. എവിടേക്ക് കൊണ്ടുവരും? ചേർന്ന് പറഞ്ഞേ, വിശാലതയിലേക്ക് കൊണ്ടുവരും. ആമേൻ. തീർച്ചയായിട്ടും നീ വിശ്വസിച്ചോ? നീ വചനം ഏറ്റെടുത്തോ? ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ ഏറ്റെടുത്തോ? ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചോ? ഓ ഗ്ലോറി ടു ഗോഡ്. നീ അത് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചോ? എന്നെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരും. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും. എൻ്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമുണ്ടാകും. എൻ്റെ കുടുംബത്തിന് വലിയൊരു മാറ്റമുണ്ടാകും. ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. എൻ്റെ കുടുംബത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരും. എൻ്റെ ജീവിതത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരും. ഞാൻ എന്നും ഇങ്ങനെ ആയിത്തീരേണ്ടവനല്ല. ദൈവം എനിക്ക് വേണ്ടി ഒരു ദിവസം വെച്ചിട്ടുണ്ട്. എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ? പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ചോ? ആമേൻ എന്ന് പറഞ്ഞ വാക്യത്തിനെ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോ? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഗ്ലോറി. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. നീ ആഗ്രഹിച്ചത് തന്നെയല്ലേ? കർത്താവേ, എനിക്കൊരു വിശാലത. എന്നും ഞാൻ ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് ശത്രുവിനെ ഭയന്ന്, ശൗലിനെ ഭയന്ന് എത്ര നാൾ കർത്താവേ? ഇല്ല, കർത്താവ് ഒരു ദിവസം എന്നെ കൊണ്ടുവരും. വിശാലതയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, അവൻ എന്നെ വിടുവിച്ചു. അവൻ എന്നെ വിടുവിച്ചു. വിടുവിക്കാൻ കാരണം എന്താണ്? എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. വിടുവിക്കുവാൻ കാരണം, ശൗലിന്റെ കയ്യിൽ നിന്നും, സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ കാരണം, ദൈവം ആരിൽ പ്രസാദിച്ചു?
ദാവീദിൽ പ്രസാദിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ദൈവപ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവമെന്നിൽ പ്രസാദിക്കുവാനായി ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരുടെ പ്രിയമല്ല, മനുഷ്യനല്ല പ്രസാദിക്കേണ്ടത്. ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നീ വിടുവിക്കപ്പെടും. ഗ്ലോറി, ഹല്ലേലൂയ. എന്നെ വിടുവിക്കുമെന്നല്ല, എന്നെ വിടുവിച്ചു. എവിടെ നിന്ന്? സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും. സാധാരണ ഒരു കാര്യമല്ല കേട്ടോ. ശൗൽ പല പ്രാവശ്യം ദാവീദിനെ തകർക്കുവാനായിട്ട് ശ്രമിച്ചവനാണ്. ഇസ്രായേൽ പുത്രിമാർ ഒരു ഗാനം ആലപിച്ചപ്പോൾ ആരംഭിച്ച അസൂയയാണ് ശൗലിന്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ള പാട്ട് കേട്ടപ്പോൾ ശൗലിനെ ആരംഭിച്ച അസൂയയുടെ ആത്മാവായിരുന്നു ദാവീദിനെ കൊല്ലുവാൻ കാരണമായി തീർന്നത്. അസൂയയുടെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ട ശൗൽ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ പല പ്രാവശ്യം തൻ്റെ കുന്തം കൊണ്ട് അവനെ കുത്തിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചു. പക്ഷേ ദാവീദ് പറയുന്നു, ദൈവം എന്നെ വിടുവിച്ചു, കാരണം ദൈവം എന്നിൽ പ്രസാദിച്ചതുകൊണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവപ്രസാദത്തിനായി നമ്മളെ ഒരുക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുവാൻ, ദൈവം നമ്മുടെ കുടുംബത്തിൽ പ്രസാദിക്കുവാൻ, ദൈവം എന്നിൽ പ്രസാദിക്കുവാൻ, ദൈവപ്രസാദത്തിന് വേണ്ടി, അതിൻ്റെ വേറൊരു വാക്കാണ് ദൈവത്തിൻ്റെ പ്രിയം, പ്രിയപ്പെട്ടവനായി, ദൈവത്തിന് പ്രിയമുള്ളവനായി. നമ്മൾ ലേഖനത്തിലേക്കെല്ലാം വരുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയനായ, ഹല്ലേലൂയ, എൻ്റെ പ്രിയനായ എന്നുള്ള വാക്കുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് പ്രിയനായവനായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിന്നെ വിടുവിക്കും. എവിടെ നിന്ന് വിടുവിക്കും? സകല അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. സകല ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. അതിനുവേണ്ടി ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? സ്തോത്രം. വചനം വ്യക്തമായി പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിനെ ഹിതമുള്ളത് ചെയ്യുക, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക, ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നെ വിടുവിക്കുവാൻ കാരണം, എന്നെ വിടുവിച്ചു കാരണം, ഹല്ലേലൂയ, അവൻ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട്. എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു കാരണം, ഹല്ലേലൂയ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എന്നെ വിശാലതയിലേക്ക് അവൻ കൊണ്ടുവന്നു. ഇവിടെ ദൈവം എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് എന്നെ വിടുവിച്ചു. അപ്പോൾ പരമപ്രധാനമായ ഒരു കാര്യം, ദൈവം നമ്മിൽ പ്രസാദിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ദൈവം നമ്മിൽ പ്രസാദിക്കണം എന്നുള്ളതാണ്. മറ്റാരെല്ലാം പ്രസാദിച്ചാലും, നിന്റെ സഭയുടെ പാസ്റ്റർ പ്രസാദിച്ചാലും, സെക്രട്ടറി പ്രസാദിച്ചാലും, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവം പ്രസാദിക്കുവാനായിട്ട് നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, ദൈവം നിന്നെ വിടുവിക്കും. എവിടെ നിന്ന്? സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, സകല അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അടുത്ത വാക്യം, പ്രതിഫലം നൽകി. സ്തോത്രം. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. പ്രതിഫലം നൽകി. എങ്ങനെ? എൻ്റെ നീതിക്ക് തക്കവണ്ണം യഹോവ എനിക്ക് പ്രതിഫലം നൽകി. നമ്മളിൽ
നീതി കാണുന്നുവെങ്കിൽ, ദൈവം നോക്കുമ്പോൾ നീതി നിറഞ്ഞൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നമുക്ക് നമ്മുടെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകി നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ട വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ, വിശ്വസ്തയോടെ നിന്നെങ്കിൽ, വിശ്വസ്തയോടെ കർത്താവിനെ ആരാധിച്ചെങ്കിൽ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ നിന്നെങ്കിൽ, ദൈവം നിങ്ങളുടെ നീതിയെ കണക്കിട്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇതുവരെയ്ക്ക് കർത്താവേ ഒരു പ്രതിഫലവും ലഭിച്ചില്ല എന്ന് നീ വ്യാകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ദൈവം നിന്റെ നീതിക്ക് തക്കവണ്ണം നിനക്ക് പ്രതിഫലം നൽകി തരുന്ന ഒരു ദൈവമാണ്. നിന്റെ നീതിക്ക് തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവം ഇവിടെ വെച്ച് തന്നെ നിനക്ക് പ്രതിഫലം നൽകി തരും. ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന രാജ്യത്തിലും ഈ ജീവിതത്തിലും നിന്റെ നീതിക്ക് തക്കവണ്ണം, ഓ ഗ്ലോറി ടു ഗോഡ്, നിന്റെ നീതിക്ക് തക്കവണ്ണം നീ എത്ര വിശ്വസ്തയോടെ നീതിമാനായി പല കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ശോധനകളും ഒന്നിന് പിറകെ കടന്നു വന്നപ്പോൾ അത് സഹിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ചെങ്കിൽ, നീതിയോടെ ദൈവത്തെ സേവിച്ചെങ്കിൽ, സംശയം വേണ്ട, നിന്റെ നീതിക്ക് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം നൽകി തരുന്ന ദിവസമുണ്ട്. അത് നീ കാണത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ. ദാവീദ് അത് കണ്ടു. ദൈവം തന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുത്തത് ദാവീദ് കാണുവാനായിട്ടിടയായിത്തീർന്നു. ദൈവം അത് നിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ചെയ്യും. പ്രതിഫലം നൽകിത്തരും നിന്റെ നീതിക്ക് തക്കവണ്ണം. ഗ്ലോറി. ഒരു ഇന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അനേകരുടെ അനീതി നിമിത്തം, അനേകർ നിനക്ക് ചെയ്ത അനീതിയുടെ മധ്യത്തിൽ നീ നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ട്, നീതിമാനായി ജീവിച്ചതുകൊണ്ട് ദൈവം നിന്റെ നീതിക്ക് തക്കവണ്ണം നിനക്ക് പ്രതിഫലം നൽകി നിന്നെ ആദരിക്കുന്ന ദൈവമാണ്. നിന്നെ പകച്ചവരുടെ മുൻപിൽ, നിന്നെ എതിർത്തവരുടെ മുൻപിൽ, നിന്നെ ശത്രുവായി എണ്ണിയവരുടെ മുൻപിൽ, ഓ ഗ്ലോറി ടു ഗോഡ്, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഹല്ലേലൂയ ഒതുക്കിയവരുടെ മുൻപിൽ ദൈവം നിന്റെ നീതിക്ക് തക്കവണ്ണം നിനക്ക് പ്രതിഫലം നൽകി തരും. നിന്നെ മാനിക്കുവാൻ ശക്തനാണ്, ആദരിക്കുവാൻ ശക്തനാണ്, പ്രതിഫലം തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ നീതിക്ക് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം നൽകി തരും. ദാവീദ് പറയുന്നു, അവൻ എനിക്ക് പ്രതിഫലം നൽകി. എങ്ങനെ? എൻ്റെ നീതിക്ക് തക്കവണ്ണം, ഞാൻ പ്രവർത്തിച്ച നീതി, എൻ്റെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം, എൻ്റെ നീതിക്ക് തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. എനിക്ക് പകരം തന്നു, എനിക്ക് പകരം തന്നു. എന്ത്? എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം ദൈവം എനിക്ക് പകരം തന്നു. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. വരുന്ന ദിവസങ്ങൾ കർത്താവ് നിനക്ക് പകരം നൽകി തരുന്ന, ജീസസ്, ചിലത് കർത്താവ് നിനക്ക് നൽകി തരുന്ന ദിവസങ്ങളാണ്. നിന്റെ കൈകൾ ശുദ്ധമായിരിക്കുന്നത് കൊണ്ട്, പല വിഷയങ്ങളിലും നിന്റെ കൈകൾ ശുദ്ധമായിരിക്കുന്നത് കൊണ്ട് ദൈവം നിനക്ക്, ഹല്ലേലൂയ, ചിലത് പകരം നൽകി തരുന്ന ദൈവമാണ്. എൻ്റെ കൈകളിനെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചത്, ദൈവം എന്നെ എങ്ങനെ അഭിഷേകം ചെയ്തുവോ, ദൈവം എന്നെ എങ്ങനെ കണ്ടുവോ, ദാവീദേ രാജാവായി നിന്നെ കണ്ട് അഭിഷേകം ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് പകരം നൽകി തരും. ഒരു ശൗലിന് പകരം നിന്നെ രാജാവായി മാറ്റും. ഗ്ലോറി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാണ് ആര്? ശൗല്. ശൗലിന്റെ വിളി ഭയങ്കരമായിരുന്നു. ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തത് ഭയങ്കരമായിരുന്ന തെരഞ്ഞെടുപ്പ്. പക്ഷേ
ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആ ശൗലിനെ മാറ്റി അവന് പകരം രാജസ്ഥാനം, രാജസിംഹാസനം ദൈവമാർക്ക് കൊടുത്തു. ദാവീദിന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ശൗലിന്റെ മക്കൾക്ക് ലഭിച്ചില്ല. പക്ഷേ അഭിഷേകം പ്രാപിച്ച രാജാവായി ദൈവം കണ്ട ദാവീദിനെ പകരമായി അത് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം അവനെ പകരം തന്നു. അവിടെ പറയാം, എൻ്റെ കൈകളുടെ വെടിപ്പിറത്തുവണ്ണം എനിക്ക് പകരം തന്നു. ഏത്? രാജാവിൻ്റെ ആ സിംഹാസനം. ഞാൻ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഗുഹകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നെ എല്ലാവരും ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരും വെറുക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് പകരം തന്നു. എൻ്റെ കൈകളിൽ വെടിപ്പിനൊത്തവണ്ണം. എനിക്ക് എത്ര പേർക്ക് ധൈര്യമായി പറയാൻ കഴിയും? എൻ്റെ വിശ്വസ്തതയ്ക്കൊത്തവണ്ണം, എൻ്റെ നീതിക്കൊത്തവണ്ണം, എൻ്റെ കൈകളുടെ ഹല്ലേലൂയ വെടിപ്പിനൊത്തവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് ചിലത് പകരം നൽകി തരുവാനായിട്ട് പോവുകയാണ്. ഞാൻ വിശ്വാസത്തോടെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതിനെ പകരമായി ദൈവം നിന്നെ അവിടെ നിയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, പകരമായി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ സമയമായി. ചിലതിന് പകരം വെക്കുവാൻ സമയമായി. ചിലതിന് ദൈവം പകരം നൽകി തരുവാൻ സമയമായി. ചില സ്ഥലങ്ങളിൽ, ചില ഇടങ്ങളിൽ നിന്നെ പകരമായി നിർത്തുന്ന സമയമായി. ആത്മാവിൽ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പകരമായി നിർത്തുന്ന സമയമായി. കാരണം നിന്റെ വിശ്വസ്തത, നിന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം ദൈവം നിനക്ക് ചിലതിനെ പകരം നൽകി തരും. ദാവീദ് പറയുകയാണ്, എന്നെ കൊണ്ടുവന്നു, എന്നെ വിടുവിച്ചു, എനിക്ക് പ്രതിഫലം നൽകി, എനിക്ക് പകരം തരുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. താനത് തട്ടിയെടുത്തതല്ല, അത് കൗശലത്തിൽ വാങ്ങിയതല്ല, താനത് തട്ടിയെടുത്തതല്ല. കർത്താവ് അവന് പകരം കൊടുത്തതാണ്. ഏത്? രാജസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അവന് ദൈവം പകരം കൊടുത്തതാണ്. ശൗലിനെ മാറ്റി, ശൗലിന് പകരം ദാവീദിനെ രാജാവായി ആ രാജസിംഹാസനത്തിലേക്ക് ദൈവം നയിക്കുവാനായിട്ടിടയായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുവരും. എവിടെ? വിശാലതയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കൊരു പ്രതിഫലം കർത്താവ് നൽകി തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവ് ഹല്ലേലൂയ ഒരു പ്രതിഫലം നൽകി തരും. നിങ്ങളെ കർത്താവ് വിടുവിക്കും. നിങ്ങൾക്ക് ചിലത് പകരം നൽകി തരും.